സമസ്ത എ.പി. വിഭാഗത്തെ പരിഹസിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനാണ് പരിഹാസം. സംഘടനയുടെ 100ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. ഇനി മുജാഹിദ്ദീൻ പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിക്കാരും എപ്പോഴാണ് പറയുക എന്നറിയില്ല എന്നും പരിഹാസം. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ സമസ്തയുടെ 100ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായിട്ടാണ് ഇ.കെ. വിഭാഗവും എ.പി. വിഭാഗം സമസ്തയും ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി എ.പി. വിഭാഗം സമസ്ത കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ ഇന്നലെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയും ഈ എ.പി. വിഭാഗം സമസ്തയുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇ.കെ. വിഭാഗം സമസ്തയുടെ ആഘോഷ പരിപാടികൾ ഇന്നാണ് ആരംഭിച്ചത്. ആ പരിപാടിയിലാണ് ഇ.കെ. വിഭാഗം സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എ.പി. വിഭാഗം സമസ്ത ഈ 100ാം വാർഷികം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരിഹാസ രൂപേണയുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എ.പി. വിഭാഗ സമസ്ത നേരത്തെ ഇ.കെ. വിഭാഗത്തിൽ നിന്ന് സമസ്തയിൽ നിന്ന് വേർപിരിഞ്ഞു പോയതാണ്. 1970 മധ്യത്തോടു കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സമസ്തയുടെ പിളർപ്പുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സംഘടന എങ്ങനെയാണ് 100ാം വാർഷികം ആഘോഷിക്കുക? പിളർന്നതിന് ശേഷം 40-50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമല്ലേ ഉള്ളൂ എന്നൊരു ആശയം അല്ലെങ്കിൽ എന്നൊരു ചോദ്യമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്തായാലും മുന്നോട്ടേക്ക് വെക്കുന്നത്. പല ആളുകളും ഈ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാനായി മുമ്പോട്ടേക്ക് വരുന്നു. നാളെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ രീതിയിൽ മുന്നോട്ടേക്ക് വരുമോ എന്നും ഈ പരിഹാസത്തിന്റെ ഭാഗമായി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും സമസ്ത ആരുടേതാണ് എന്നതിനെ സംബന്ധിച്ച തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയാണ്. ഈ സംഘടന 100 വർഷം പൂർത്തിയാകുന്ന വേളയിലും ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നത പരസ്യമായി തന്നെ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.